അയർലൻഡിൽ നമ്മളൊരു പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും വരുന്ന ഒരു ഡൗട്ടാണ് നമ്മൾ എല്ലാ സ്ഥലത്തും അഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് അഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ മാറ്റേണ്ടത് മൈ GOV ID-യിലാണ്. അതിൽ നമ്മുടെ റവന്യൂ, അതുപോലെ തന്നെ മൈ വെൽഫെയർ. അടുത്തത് വരുന്നത് GNIB കാർഡിനാണ്. അപ്പോൾ നമ്മളിപ്പോൾ GNIB കാർഡ് പുതിയതായിട്ട് റിന്യൂ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിന്യൂ ചെയ്യണ സമയത്ത് തന്നെ അഡ്രസ് പ്രൂഫ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇമിഗ്രേഷൻ്റെ മെയിൽ ID ഉണ്ട്, അതിലേക്ക് നമുക്ക് മെയിൽ അയക്കാവുന്നതാണ്. അടുത്തതായിട്ട് കാർ റിലേറ്റഡ് ആണ്. അതിൽ വരുന്നതാണ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, ഇൻഷുറൻസ്, വണ്ടിയുടെ RC ബുക്ക്, പാർക്കിംഗ് പെർമിറ്റ് ഉണ്ടെങ്കിൽ അത്. ഹെൽത്ത് റിലേറ്റഡിൽ വരുന്നതാണ് GP വിസിറ്റ് കാർഡ്, DPS കാർഡ്, അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതും മാറ്റേണ്ടത്. ബാങ്ക് റിലേറ്റഡിൽ വരുമ്പോൾ ബാങ്കിലുള്ള നമ്മുടെ അഡ്രസ്സ്, അതുപോലെ തന്നെ ഏതെങ്കിലും ക്രെഡിറ്റ് യൂണിയൻസിൽ നമ്മൾ മെമ്പർ ആയിട്ടുണ്ടെങ്കിൽ അതിലും അഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടതാകും. വർക്ക് റിലേറ്റഡ് ആണെങ്കിൽ എംപ്ലോയറിൻ്റെ അടുത്ത്, അതുപോലെ തന്നെ നേഴ്സസ് ആണെങ്കിൽ NMBI, INMO, അതർ പ്രൊഫഷണൽ ആണെങ്കിൽ അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രൊഫഷണൽ ബോഡീസ് ഇത്ര ഇതിൽ ചേഞ്ച് ചെയ്യേണ്ടതാണ്. ഇനി കുട്ടികളുണ്ടെങ്കിൽ അവരുടെ സ്കൂൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ആഫ്റ്റർ സ്കൂൾ. യൂട്ടിലിറ്റീസിൽ വരുന്നതാണ് ഇലക്ട്രിസിറ്റി, ഗ്യാസ്, ഐറിഷ് വാട്ടർ, ഫോണ്, വൈഫൈ, വേസ്റ്റ് ബിൻ പ്രൊവൈഡർ. അതുപോലെ തന്നെ TV ലൈസൻസ്, ക്ലബ് കാർഡ്, അതെല്ലാം മാറ്റേണ്ടതാകുന്നു. ഇവിടെയൊക്കെയാണ് മെയിൻ ആയിട്ട് അഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും റീസെൻ്റ് ആയിട്ട് വീട് മാറിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മാറാൻ നിൽക്കുന്നവരായിട്ടുണ്ടെങ്കിലോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.